വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. മാർക്കറ്റ് ഏറെക്കുറെ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും മാർക്കറ്റ് നെക്സ്റ്റ് എത്താനുള്ള സാധ്യത എന്നുള്ള രീതിയിലേക്കാണ് അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. റെസിസ്റ്റൻസ് ലെവല് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയനെ ഒരു ബ്രേക്ക് തന്നതിന് ശേഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. ആ റെസിസ്റ്റൻസിലേക്കാണ് ഇപ്പോൾ വരച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് മാർക്കറ്റ് എത്താനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഇതാണെന്നുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടേക്ക് ഇതിപ്പോൾ വീണ്ടും ഒരു റീടെസ്റ്റിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടേക്ക് മാർക്കറ്റ് വീണ്ടും തിരിച്ചെത്തിയിട്ട് ഒരുപക്ഷെ റീടെസ്റ്റ് എടുക്കാനായിരിക്കും വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് തന്നെയാണ്. ആ ഒരു ഇംബാലൻസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം, ഈ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നിന്നൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സപ്ലൈ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ബ്രേക്ക് തന്ന ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. താഴോട്ടേക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഏരിയാസ് ഉണ്ടായിരിക്കും. ഇവിടെ ഇതും നല്ലൊരു ഏരിയ ആണ്. അതിനും താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ നല്ലൊരു ബ്രേക്ക് തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അത് ഏറെക്കുറെ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ വരച്ചതും അതിന്റെ തൊട്ട് താഴെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൗണ്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും. അപ്പൊ അതിന് താഴെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. ആ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒന്നുകൂടി ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. സെൽ എൻട്രിക്കുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു കൺഫർമേഷൻ ഡെഫിനറ്റ്ലി വേണം. കാരണം ഇതൊരു ലോങ് വിക്ക് ആണ്. മാത്രമല്ല ഇവിടെ ഒരു പോട്ടും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു കൺഫർമേഷൻ വേണം. വലിയൊരു ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്താലും റീടെസ്റ്റ് വരുന്ന സമയത്ത് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എനിവേ, അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാം ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ട്. ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു സെൽ എൻട്രി എന്നുള്ളത്. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് പോരുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഏറെക്കുറെ ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. ഒരു സെൽ എൻട്രി ഇതിന് ശേഷം നോക്കിയാൽ മതി. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത്, ബൈ എൻട്രിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, നല്ലൊരു ഇമ്പൾസീവ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിലേക്ക് അവിടെ നിന്ന് നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. ആ ബൈ എൻട്രി ഏറെക്കുറെ ഈ പറയുന്ന ലൈനിലേക്ക് വെക്കാം. ഈ ലൈൻ എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ബ്രേക്ക് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയുടെ ഒരു റെസിസ്റ്റൻസ് ലൈനാണ്. അപ്പൊ അവിടേക്ക് വെക്കാം. അവിടെ നിന്നും കയറി പോവുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു ഇംബാലൻസ് കാണാം നമുക്ക്. ഈ ഒരു ഇംബാലൻസിലേക്ക് വീണ്ടും വരും. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി മുകളിൽ പോവുകയാണെങ്കിൽ ഒരു ക്ലിയർ ആയിട്ട് നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ഉണ്ട്. മാത്രമല്ല ഈ ഏരിയയിൽ റീടെസ്റ്റ് നടന്നിട്ടില്ല. അപ്പൊ അതൊക്കെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഏരിയയിലൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് കൃത്യമായി ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വെക്കുക. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് വെറുതെ ടാർഗറ്റ് കയറ്റി വെക്കരുത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എൻട്രി ഏരിയാസ് പറയുന്നത്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. മാത്രമല്ല ആ ഏരിയയിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.